ഇതാ മക്കളെ ഞങ്ങളുടെ വീട്. ഇത് ഞങ്ങൾക്ക് ഇതുവരെ പണി ചെയ്യാൻ പറ്റാതെ വന്നേക്കുവാ. മോന് ബ്ലഡ് കൗണ്ട് കുറയുന്നൊരു അസുഖോ. മോന് വയ്യാത്തോണ്ടാണല്ലേ? അതെ, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അതിനെ കാണിക്കുന്നത്. ഒരു ബാഗ് സിമെന്റ് ആയാലും മതി, 10 കട്ടയായാലും മതി, പറ്റുന്ന സഹായം, പാറപ്പൊടി ആയാലും മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത് ഒരു ബെൽറ്റ് മട്ടം വരെയെങ്കിലും ആക്കി കൊടുത്ത ഈ കുടുംബത്തിന് അത് വലിയൊരു കൈത്താങ്ങായിരിക്കും. കൈവിടല്ലേ? ഞങ്ങൾക്ക് വാടക കൊടുക്കുക യാതൊരു നിവൃത്തിയില്ലേ. ഒന്ന് വാർത്ത കിട്ടിയാൽ മതി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ ഒരു വീട് വെച്ച് കാണാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട് മൊത്തത്തിൽ പണിഞ്ഞു കൊടുക്കണ്ട, ഒന്ന് വാർത്തിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ വേണ്ട, ബെൽറ്റ് വരെയെങ്കിലും ഒന്ന് വാർത്ത് കൊടുത്താൽ മതി. ഈ പാവങ്ങൾ 25 വർഷമായിട്ട് വാടകയ്ക്കാണ് കേട്ടോ. വേറെ ആരും ഇല്ല ഞങ്ങൾക്ക്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ കിടക്കുന്നത് അല്ലേ? അതെ സാറേ, അതൊന്ന് കയറി കിടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണല്ലേ? ഒരു നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ എന്തു പറയണമെന്ന് അറിയത്തില്ല. ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് പട്ടാഴി 12 മുറി എന്ന സ്ഥലമാണ്. അമ്മയുടെ പേരെന്താ? സുഭദ്ര. മകന് ബ്ലഡിന്റെ, അതായത് രക്തത്തിൽ കൗണ്ട് കുറയുന്ന അസുഖമാണ്. 3 പേരും രോഗികളാണ്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എനിക്ക് പിറകെ കിടക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ. ഇവിടെ ഒരു വീട് വെച്ച് കാണാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട് മൊത്തത്തിൽ പണിഞ്ഞു കൊടുക്കണ്ട, ഒന്ന് വാർത്തിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ വേണ്ട, ബെൽറ്റ് വരെയെങ്കിലും ഒന്ന് വാർത്ത് കൊടുത്താൽ മതി. ഈ പാവങ്ങൾ 25 വർഷമായിട്ട് വാടകയ്ക്കാണ് കേട്ടോ. സത്യം പറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥ. വാടക കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് 2 വർഷമായിട്ട് വാടക കൊടുക്കുന്നില്ല. അവരുടെ ഒരു കാരുണ്യം കൊണ്ട് നമ്മൾ ആ വാടക വീട്ടിൽ കഴിഞ്ഞു വരുവാണ്. ഇത് കാണുന്ന നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ഒന്ന് ബെൽറ്റ് മട്ടം വരെയെങ്കിലും ഒന്ന് വാർത്ത് കൊടുക്കാനുള്ള സാധനങ്ങളെങ്കിലും ഒന്ന് ഇറക്കി കൊടുക്കണേ. അത്രയ്ക്ക് സത്യസന്ധമായതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുന്നത്. നിങ്ങളിത് ദൈവത്തെ ഓർത്ത് കൈവിടല്ലേ. നിങ്ങളൊന്ന് ഈ പാവങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണേ. ആ ചേട്ടനാണെങ്കിൽ തുണിക്കടയിൽ ജീവനക്കാരനായിരുന്നു. 15 വർഷമായിട്ടല്ലേ. ഇപ്പോൾ പോകുന്നില്ല അല്ലേ? വയ്യാത്തത് കൊണ്ട് പോകുന്നില്ല. അപ്പം ഒരു വീട് വെക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണേ. ഇപ്പോൾ ഒരു 2 വർഷമായി എനിക്ക് എൻ്റെ കുഞ്ഞിന് അസുഖം, ബ്ലഡ് കൗണ്ട് കുറയുന്നൊരു അസുഖം. പിന്നെ ഭർത്താവിന് സുഖമല്ല, ശ്വാസമുട്ടലുമായിട്ട് അതിന് ആശുപത്രി കയറി ഇറങ്ങി നടക്കുവോ. എനിക്ക് ഷുഗറായിട്ട് ആദ്യമേ വന്നത്. ഇപ്പൊ ഈ വലത്തെ കൈയും കാലും തളർന്ന ഒരവസ്ഥയാ. എനിക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഈ വാടകയ്ക്കാ താമസിക്കുന്നത്. 2 വർഷമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുമല്ലേ? അതെ, നമുക്കൊന്ന് വാർത്ത് കിട്ടിയാൽ മതി. വാർത്ത് കിട്ടിയാൽ മതി. എന്തായാലും ഒന്ന് ബെൽറ്റ് മട്ടം വരെ ഒന്ന് വാർത്ത് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങളുടെ സ്വപ്നമാണ് ഈ കാണുന്നത്. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. 25 വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്കാ. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. 3 പേർക്ക് സുഖമില്ലാത്തവരാ. അമ്മയും അച്ഛനും കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെ കാണാൻ വരുമ്പോഴാണ് ഇവരുടെ വളരെ ദയനീയമായ അവസ്ഥ ഞാൻ അറിയുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായി PMA പദ്ധതിയുമായി ബന്ധപ്പെട്ട്, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വീട് അനുവദിക്കുകയും, പക്ഷേ ആ സമയത്ത് ഇവരുടെ മകന് കൗണ്ട് കുറയുന്ന അസുഖം വരികയും വേറെ ഒരു നിവൃത്തിയില്ലാതെ ഇവർക്ക് സംബന്ധിച്ചോളം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഇവർക്ക് ഷുഗർ കൂടി കൈയും കാലിനും ഒക്കെ വലിയ മോശാവസ്ഥയാണ്. അച്ഛന് തുണിക്കട ജോലിക്കാരനായിരുന്നു. ഞാൻ അന്വേഷിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന് ശ്വാസമുട്ടൽ കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല. മകൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 2021 തൊട്ട് ചികിത്സയ്ക്കാണ്. ഇപ്പോഴും കൗണ്ട് 1 ലക്ഷം വരെ ആവുന്നില്ല. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടാണ് അവർ വാടക മേടിക്കാതെ പോകും. പക്ഷേ അവർക്ക് വാടക കൊടുത്തേ പറ്റും. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഗവൺമെൻറ് മാനദണ്ഡം ഈ ബെൽറ്റ് വാർപ്പ് വരെ എങ്കിലും അവരെ ഒന്ന് സഹായിച്ചാൽ ബാക്കി പറയുന്ന ഈ 3 ലക്ഷത്തി 3.5 ലക്ഷം രൂപ ബ്ലോക്കായാലും പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്ത് കൊടുക്കും. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഇവർക്ക് ഈ ബെൽറ്റ് വട്ടം വരെയെങ്കിലും വാർത്തു കൊടുത്താൽ ബാക്കി ഫണ്ട് പഞ്ചായത്ത് സഹായിക്കും. ദയവായി ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയുടെ ഫീൽ. ഈ ചേച്ചിയുടെ മോൻ്റെ പേര് അനു എന്നാണ്. അനുവിൻ്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുത്തേക്കാം, GP നമ്പറും കൊടുത്തേക്കാം. പറ്റുന്നവർ എന്തെങ്കിലും ഒരു സഹായം, ഒരു കട്ടക്കെങ്കിലും ഉള്ള സഹായം, ഒരു ചാക്ക് സിമെന്റ് ആയാലും മതി. ഇല്ലേ ചേച്ചി? ഒരു ബാഗ് സിമെന്റ് ആയാലും മതി, 10 കട്ടയായാലും മതി, പറ്റുന്ന സഹായം, പാറപ്പൊടി ആയാലും മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത് ഒരു ബെൽറ്റ് മട്ടം വരെയെങ്കിലും ആക്കി കൊടുത്ത ഈ കുടുംബത്തിന് അത് വലിയൊരു കൈത്താങ്ങായിരിക്കും. കൈവിടല്ലേ?